അഞ്ചു ഇതിലാണ് കഴിഞ്ഞ നമ്മുടെ മെൻസ്ട്രൽ കപ്പിന്റെ പോഡ്കാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഏതാണ് നല്ല മെൻസ്ട്രൽ കപ്പ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ആസ് എ ഗൈനക് ഡോക്ടർ ഞാനിപ്പോൾ എല്ലാ പേഷ്യൻസിനും പറയുന്ന എൻ്റെ റീസെന്റ് ഫേവറേറ്റ് ഒരു മെൻസ്ട്രൽ കപ്പ് ഉണ്ട്, ഫ്ലോഷ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ. അവർക്കാണെങ്കിൽ മെൻസ്ട്രൽ കെയർ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ വിശ്വാസമാണ് കേട്ടോ അവരുടെ മെൻസ്ട്രൽ കപ്പ് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ എല്ലാവർക്കും നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം, കൊച്ചുങ്ങൾക്ക് വരെ ആയാലും. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബ്രാൻഡിനെ ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നിയത് ബാക്കിയുള്ള എല്ലാവരുടെക്കാട്ടിലും സിലിക്കോൺ ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പോൾ സോഫ്റ്റ് സിലിക്കോൺ ഉള്ള ഒരു മെൻസ്ട്രൽ കപ്പ് ഞാൻ കണ്ടത് ഇവിടെയാണ് കമ്പാരിറ്റീവ്ലി മറ്റേവരായിട്ടൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾക്ക് ഈ ഇൻസേർട്ട് ചെയ്യുമ്പോൾ വൂണ്ടുണ്ടാവുമോ അല്ലെങ്കിൽ വേദനിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട് ബിലോ 20 years ഉള്ള കുട്ടികൾക്ക്. അപ്പം അവർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെൻസ്ട്രൽ കപ്പ് ആയതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഇപ്പോൾ ഇതാണ് പറയുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബാക്കിയുള്ള മെൻസ്ട്രൽ കപ്പിനെയൊക്കെ അപേക്ഷിച്ച് ഇവരുടെ ഈ ഒരു സ്റ്റെം എന്ന് പറയുന്നത് ഭയങ്കര മീഡിയം ലെങ്ത് ആണ്. ബാക്കിയുള്ളതൊക്കെ കുറച്ചുകൂടെ ലെങ്തിയാണ് ഈ സ്റ്റെം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്തില്ലെങ്കിലും സർവീസ് കുറച്ച് താഴോട്ടൊക്കെ ഇരിക്കുന്നവർക്കായാലും ഈ ലെങ്തി ആയിട്ടുള്ള ഈ ഒരു സ്റ്റെമ്മുള്ള മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ അത് താഴേക്ക് ഇരിക്കുകയും നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ അതിങ്ങനെ തട്ടിയിട്ട് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന കംപ്ലയിൻറ്റ്സ് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ മെൻസ്ട്രൽ കപ്പ് പലരും ഉപയോഗിക്കാറില്ല ആ ഒരു ഇറിറ്റേഷൻ കാരണം, അവിടെ ഒരു സാധനം ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് കാരണം. ഇതിൻ്റെ ഒരു മീഡിയം ലെങ്ത് സ്റ്റെം ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം അവിടെ ഇല്ല. കാരണം നമുക്ക് വേണമെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തിട്ടും ഈ സ്റ്റെം കട്ട് ചെയ്തിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റെം കട്ട് ചെയ്യുമ്പോൾ ഇത് ലീക്ക് ആവുമോ എന്ന് ചോദിച്ചാൽ ലീക്ക് ആവത്തില്ല. അതിനുള്ളിൽ എല്ലാവർക്കും കാണാൻ പറ്റും, നല്ല പാക്ക്ഡ് ആണ്. പിന്നെ ഇത് കട്ട് ചെയ്തതിൽ എങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ എടുക്കും റിലീസ് ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ ഇതിനകത്ത് അവർ റിങ്സ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. അപ്പം നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും, വേരിലിട്ട് നോക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ വക്കും റിലീസ് ചെയ്താൽ ഇത് സ്മൂത്ത് ആയിട്ട് ഇറങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യാനും എളുപ്പമാണ്, ഇത് നമുക്ക് എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ അത്രയും നല്ലൊരു മെൻസ്ട്രൽ കപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെന്ന് പറയുന്നത് ഇതിൻ്റെ കപ്പാസിറ്റിയാണ്. ഇതൊരു 40 ml വരെ മാക്സിമം ഇതിനകത്ത് കൊള്ളും. ഇത് കണ്ടാൽ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിൽ ഇതൊരു മീഡിയം സൈസാണ്. അപ്പോൾ ഇത് കണ്ടാൽ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിൽ ഒരു 40 ml 30 to 40 ml വരെ ഇതിനകത്ത് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇത് 12 hours വരെ നമുക്ക് ഒരു ലീക്കും ഇല്ലാതെ അവിടെ തന്നെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഇത് ഞാനിങ്ങനെ സ്പോൺസേഡ് വീഡിയോ അങ്ങനെ അല്ലെങ്കിൽ പെയ്ഡോ ഒന്നും അല്ല കേട്ടോ. ഇതിപ്പം പൊതുവേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡ് ആയതുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടേ ഉള്ളൂ. ഇതാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഈ മെൻസ്ട്രൽ കപ്പിനെ പറ്റിയിട്ടാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വാങ്ങുക. നല്ലൊരു മെൻസ്ട്രൽ കപ്പാണ്, വളരെ കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാൻ, വളരെ നല്ല ബ്രാൻഡുമാണ്. അവരുടെ എല്ലാ പ്രൊഡക്ട്സും നല്ലതാണ്. ഒന്നുകൂടെ പറയാണ്, ഇത് സ്പോൺസേഡ് ഒന്നും അല്ല കേട്ടോ. ഞാനത് പൈസയൊന്നും വാങ്ങിയിട്ടൊന്നും ചെയ്യുന്നതല്ല, ഒരു ജെന്യൂനായിട്ട് പറയുന്ന കാര്യമാണ്.